നന്ദു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPM പറഞ്ഞ മുഴുവൻ വാദങ്ങളും പൊളിഞ്ഞു വീഴുകയാണ്. അവിടെ ആദ്യഘട്ടം മുതൽ അവർ ന്യായീകരിച്ചതൊന്നുമല്ല പിണറായി വിജയൻ എന്ന് പറയുന്ന ആളുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് സേവനങ്ങൾ നൽകാതെ കരാർ നൽകിയത്, സേവനങ്ങൾ നൽകാതെ ഇത്രയധികം പണം നൽകിയത്. നന്ദു, ഒരു കാര്യം കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇപ്പോ ക്രിസ്റ്റൽ ക്ലിയർ ആയി തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് CPM-ന്റെ സകല നേതാക്കന്മാരും വീണ സൈക്കൻഡിക്കെതിരായ ഒരു അന്വേഷണം നടന്നപ്പോൾ പിണറായി വിജയന്റെ വീടിന്റെ മുന്നിൽ ആ ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കാനും ED ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താനും വേണ്ടിയിട്ട് ആളെ കൂട്ടി ഈ പറഞ്ഞ കോമാളിത്തരങ്ങളും ഇത്തരം ഗുണ്ടായുസവും ഒക്കെ കാണിച്ചത് എന്ന് കേരളത്തിലെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഇപ്പോൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയി വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് ഈ മൊഴിയിലൂടെ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ വിഷയത്തിൽ ആദ്യം മുതൽ തന്നെ BJP-യുടെ നിലപാട് നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യ ദിവസം മുതൽ BJP പറഞ്ഞിരുന്നു ഇത് വീണ സൈക്കണ്ടിയും CMR-ലും തമ്മിലുള്ള എഗ്രിമെന്റ് അല്ല, ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും CMR-ലും തമ്മിലുള്ള ഉടമ്പടിയാണ്. അതിന്റെ ഗുണഭോക്താവ് അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള വീണ സൈക്കണ്ടി എന്നുള്ളതിനപ്പുറത്ത് ഇതിൽ ഈ ഇടപാടിന്റെ മുഴുവൻ സൂത്രധാരനും ഈ ഇടപാടിന്റെ മുഴുവൻ ബിഹൈൻഡ് ദ കർട്ടൻ ഈ ഇടപാടിന് ചുക്കാൻ വെടിച്ചത് മുഴുവൻ ഈ പറയുന്ന സഖാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് പിണറായി വിജയനാണെന്നാണ് ഉള്ളതാണ്. ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും CPM പറയുന്ന ധാർമ്മികതയുടെ ലെവലേശമെങ്കിലും CPM-ന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകന്റെയോ നേതാവിന്റെയോ ദേഹത്ത് തൊട്ടുതല്ലോടി പോകുന്നുണ്ടെങ്കിൽ അവർ ആദ്യം ഈ നിമിഷം ആവശ്യപ്പെടേണ്ടത് സഖാവ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണം. അതിനോടൊപ്പം ഈ കേസിൽ പ്രതിയായിട്ടുള്ള സഖാവ് പിണറായി വിജയനെതിരെ കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം നടത്തി അദ്ദേഹം അറസ്റ്റിലാവുന്നത് വരെ ഈ വിഷയത്തിൽ CPM-ന്റെ നിലപാട് വ്യക്തമാക്കണം എന്നുള്ള കൃത്യമായ നിലപാട് ഞങ്ങൾക്കുണ്ട്. അതിനോടൊപ്പം വീണ സൈക്കണ്ടിക്ക് സംരക്ഷണം ഒരുക്കി കൊടുത്ത മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും പിണറായി വിജയന്റെ പാർട്ടിയും കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാവണം. CPM-ന് എന്തെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ CPM ധാർമ്മികത എന്ന വാക്ക് CPM-ന്റെ നിഘണ്ടുവിലുണ്ടെങ്കിൽ ഈ നിമിഷം CPM-ന്റെ സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ അഖിലേന്ത്യാ നേതൃത്വം സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനോട് രാജിവെച്ച് അന്വേഷണത്തെ നേരിടാൻ വേണ്ടിയിട്ട് പറയാനുള്ള തന്റെ ഇടം കാണിക്കണം. ഞാൻ ഇത് രണ്ടും പ്രതീക്ഷിക്കുന്നില്ല. കാരണം പാർട്ടി CPM-ആണ്, കൊള്ളക്കാരുടെ പാർട്ടിയാണ്, കൊള്ളത്തരത്തിന് വേണ്ടി മാത്രം ഒരു പാർട്ടി എന്നുള്ള നിലയിലാണ് ആ പാർട്ടി മുന്നോട്ട് പോകുന്നത്. സഖാവ് പിണറായി വിജയനോട് രാജിവെക്കാൻ പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അദ്ദേഹം മറ്റുള്ളവരുടെ പലരുടെയും പേര് പറയും. അപ്പൊ അവരൊക്കെ രാജിവെക്കേണ്ടി വരും. അതുകൊണ്ട് ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാമെങ്കിലും വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ഇന്ന് CPM ഉയർത്തുന്ന ധാർമ്മികതയുടെ ലെവലേശമെങ്കിലും CPM-ന് ഉണ്ടെങ്കിൽ സഖാവ് പിണറായി വിജയൻ രാജിവെക്കേണ്ട സമയമാണ് ഇത് എന്നുള്ളത് കൃത്യമായി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്.